ഭാരതത്തിലെ മഹാരാജാക്കന്മാരുടെ ഇഷ്ടവിനോദമാണ് നായാട്ട്. മൃഗയാ വിനോദം എന്നാണ് അതിന് പറയാറുള്ളത്. ശരിക്കും ഒരു വിനോദ പരിപാടി തന്നെ. സിന്ധ് മഹാരാജാവും അത്യധികം ഇഷ്ടപ്പെട്ടിരുന്നു വേട്ടയാടൽ. പ്രജാവത്സലനായിരുന്ന ആ മഹാരാജാവും ഒന്നിച്ച് ചില രസകരങ്ങളായ വനാനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാനും വളരെ കാലം അടുത്തിടപഴകാനും കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. മഹാരാജാവിൻ്റെ പ്രധാന ഹോബികൾ നായാട്ടു നായ്ക്കളെ വളർത്തലും പരിശീലിപ്പിക്കലും കടുവയെ വേട്ടയാടലുമായിരുന്നു. ഇവയ്ക്കു തുല്യമായി മറ്റൊന്നും അദ്ദേഹത്തെ ആകർഷിക്കുകയോ രസിപ്പിക്കുകയോ ഉണ്ടായിട്ടില്ല. ഞാൻ ആദ്യമായി അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ 400 നായ്ക്കളാണ് അദ്ദേഹത്തിൻ്റെ പരിശീലന കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത്. അവയെ വളരെ ചെറുപ്പം മുതൽ തന്നെ നല്ല പരിശീലനം നൽകി വളർത്തിയാണ് വേട്ട നായ്ക്കളാക്കി മാറ്റുന്നത്. നായ്ക്കളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യങ്ങളും ദയാപൂർവമായ പെരുമാറ്റവും കാണേണ്ടത് തന്നെയാണ്. എൻ്റെ അനുഭവത്തിൽ ഒറ്റത്തവണയെ മഹാരാജാവ് ഒരു നായയെ ശാസിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ രാത്രി അത്താഴത്തിനിരിക്കുമ്പോൾ നായ്ക്കളെല്ലാം നന്നായി പെരുമാറുന്നില്ലേ എന്ന് മഹാറാണി ചോദിച്ചു. അതിന് മറുപടിയായി മഹാരാജാവ് പറഞ്ഞു, സാൻഡി മാത്രം കുറച്ച് അനുസരണക്കേട് കാട്ടി. അതിന് ഞാൻ അവന് നല്ല അടി കൊടുക്കുകയും ചെയ്തു. സംഭവം ഇങ്ങനെയാണ്. ഞാനും മഹാരാജാവും കൂടി അന്ന് രാവിലെ പക്ഷികളെ വേട്ടയാടുകയായിരുന്നു. ഞങ്ങൾക്ക് സുഗമമായി നടക്കാനായി മുന്നിലുള്ള പുല്ലു നിറഞ്ഞ പ്രദേശം ആനകളെ കൊണ്ട് മെതിപ്പിച്ച് നടപ്പാതയാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസാനം 50 വാര വിസ്തീർണത്തിൽ ഒരു ചെറിയ മൈതാനമായിരുന്നു. അവിടെ ഞാനും മഹാരാജാവും ഏതാനും വാര അകലമിട്ടു നിൽക്കുന്നു. മഹാരാജാവിന്റെ ഇടതുവശത്തായി 3 ലാബ്രഡോർ നായ്ക്കൾ നിരന്നിരിക്കുന്നുണ്ട്. സ്വർണ്ണ നിറമാർന്ന സാൻഡിയും പിന്നെ നല്ല കറുമ്പന്മാരായ 2 നായ്ക്കളും. മഹാരാജാവ് ഒരു പക്ഷിയെ ലാക്കാക്കി നിറയൊഴിച്ചു. അത് ദൂരെ പുല്ലിനിടയിൽ പിടഞ്ഞു വീണു. കറുമ്പന്മാരിൽ ആദ്യത്തവനോട് രാജാവ് കൽപ്പിച്ചതിനനുസരിച്ച് അവൻ ഓടിച്ചെന്ന് അതിനെ കടിച്ചു തൂക്കി കൊണ്ടുവന്നു. അടുത്ത ഇരയെ വീഴ്ത്തിയത് ഞാനായിരുന്നു. ഉടനെ രണ്ടാമത്തെ കറുമ്പൻ അത് പോയി എടുത്തുകൊണ്ടുവന്നു. അപ്പോഴാണ് ഒരു മുയൽ ആ വഴി ഓടി വന്നത്. ഞാൻ അതിനെ ലക്ഷ്യമാക്കി വെടിവെച്ചു. വെടികൊണ്ടിട്ടും മുയൽ 10-30 വാരെ മുന്നോട്ടോടി. അത് കണ്ട് സാൻഡി അതിനെ പിടിക്കാനായി പിന്നാലെ ഓടി. മഹാരാജാവ് അത് ഉദ്ദേശിച്ചിരുന്നില്ല. അദ്ദേഹം സാൻഡി സാൻഡി എന്ന് ഉറക്കെ വിളിച്ചെങ്കിലും അവനത് ശ്രദ്ധിച്ചില്ല. അവൻ അതിന് ന്യായമായ അവകാശമുണ്ടെന്നാവും സാൻഡി കരുതിയത്. ആദ്യം വീണ 2 പക്ഷികളെയും കറുമ്പന്മാർ മുറയനുസരിച്ച് എടുത്തുകൊണ്ടുവന്നു. ഇത് മൂന്നാമത്തേതാണ്. ന്യായമായും അവന്റെ മുറയല്ലേ ഇത്. അവൻ മുയലിനെ തൂക്കിയെടുത്ത് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടു. പിന്നീട് ശാന്തനായി അവൻ പഴയ സ്ഥാനത്ത് ചെന്നിരുന്നു. പക്ഷേ മഹാരാജാവ് അവനോട് ആ മുയലിനെ എടുത്ത് അതെവിടെയാണോ കിടന്നത് അവിടെ കൊണ്ടുപോയി ഇടാനാണ് ആജ്ഞാപിച്ചത്. സാൻഡി ഉടനെ എൻ്റെ മുന്നിൽ നിന്നും അതിനെ തൂക്കിയെടുത്ത് ഇടം വലം ആട്ടിക്കൊണ്ട് നടന്ന് പഴയ സ്ഥാനത്ത് കൊണ്ടു ചെന്നിട്ടു. അപ്പോൾ അടുത്ത ആജ്ഞ വന്നു. അതിനെ അവിടെയിട്ട് വെറും കൈയോടെ സാൻഡി മടങ്ങാനായിരുന്നു നിർദ്ദേശം. ഒരു കുറ്റവാളിയുടെ ഭാവത്തിൽ വാല് താഴ്ത്തി ചെവികളും താഴ്ത്തി അവൻ മെല്ലെ നടന്ന് അവൻ രാജാവിൻ്റെ മുന്നിലെത്തി നിൽപ്പായി. അപ്പോൾ കറമ്പന്മാരിൽ ഒരുവനോട് മുയലിനെ പോയി എടുത്തുകൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു. ആ നായ അപ്രകാരം ചെയ്തു കഴിഞ്ഞപ്പോൾ മഹാരാജാവ് തൻ്റെ തോക്ക് ഭൃത്യനെ ഏൽപ്പിച്ചിട്ട് വടി വാങ്ങി സാൻഡിയുടെ കഴുത്തിലെ ബെൽറ്റിൽ പിടിച്ചുകൊണ്ട് അവനെ ഒരുപാട് അടിച്ചു. പക്ഷെ സാൻഡി ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. ഞാനും. കാരണം രാജാവ് അടിച്ചത് സാൻഡിയെ ആയിരുന്നില്ല. അവൻ്റെ ഇരുവശവും തറയിലാണ് ഓരോ അടിയും പതിച്ചത്. അത്രമേൽ അദ്ദേഹം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ കാട്ടിയത് അനുസരണക്കേടാണെന്ന് അവനെ ബോധ്യപ്പെടുത്താനായിരുന്നു ആ പ്രകടനം. സാൻഡിക്കത് മനസ്സിലായി കാണും. ഈ സംഭവമാണ് അദ്ദേഹം അത്താഴ സമയത്ത് മഹാറാണിയോട് വർണ്ണിച്ചത്. അപ്പോൾ ഞാനൊരു കടലാസ് എടുത്ത് അതിൽ ഇങ്ങനെ എഴുതിയിട്ട് രാജാവിന് കൈമാറി. മഹാരാജൻ അനുസരണക്കേട് കാട്ടിയെങ്കിലും ഇന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും സമർത്ഥനായ നായ അവനാണ്. അടുത്ത വർഷത്തെ നായാട്ടു നായ്ക്കളുടെ പൊതു മത്സരത്തിൽ അവനായിരിക്കും ചാമ്പ്യൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം സാൻഡി ഞാൻ പ്രവചിച്ചതുപോലെ തന്നെ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ വിവരം മഹാരാജാവ് എന്നെ കമ്പിയടിച്ച് അറിയിക്കുകയുണ്ടായി. ഒരു ദിവസം അതിരാവിലെ നടക്കാനിറങ്ങിയ ഞാൻ ഏകദേശം 10 മൈൽ നടന്ന്
മഹാരാജാവ് സകുടുംബം ക്യാമ്പ് ചെയ്യുന്ന മോഹൻ എന്ന സ്ഥലത്തെത്തി. ഞാൻ ചെല്ലുമ്പോൾ രാജാവും പരിവാരങ്ങളും പ്രഭാത ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു. എന്നെ കണ്ട് ചിരിച്ചുകൊണ്ട് മഹാരാജാവ് പറഞ്ഞു, താങ്കൾ കൃത്യസമയത്തു തന്നെ വന്നു. ബ്രേക്ക്ഫാസ്റ്റിന് കൃത്യമായി വന്നു ചേർന്നല്ലോ, ഭാഗ്യവാൻ എന്ന അർത്ഥത്തിലായിരുന്നില്ല ആ പ്രയോഗം എന്ന് എനിക്ക് ഉടനെ മനസ്സിലായി. അദ്ദേഹം എന്നെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, നമ്മെ 3 വർഷമായി കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ കടുവയെ നമ്മൾ ഇന്ന് വേട്ടയാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൃത്യമായി താങ്കളും എത്തിയത് സന്തോഷമായി. പലപ്പോഴും നടന്ന സംഭാഷണങ്ങളിൽ നിന്നും ഞാൻ ഈ കടുവയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. അവനെ വകവരുത്തണമെന്നത് മഹാരാജാവിന്റെ ദൃഢനിശ്ചയങ്ങളിൽ ഒന്നാണെന്നും എനിക്കറിയാം. വേട്ടക്കായി ഒരുക്കിയ 3 മച്ചാനുകളിൽ ഒന്ന് എനിക്കായി നീക്കിവെക്കുകയും ഒരു തോക്ക് എനിക്ക് കടം തരികയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ മഹാരാജാവിനോട് പറഞ്ഞു, ഞാനും താങ്കളോടൊപ്പം വരാം, പക്ഷേ ഒരു കാഴ്ചക്കാരനായി മാത്രം. അതല്ലേ താങ്കളും ഉദ്ദേശിക്കുന്നുള്ളൂ? എന്റെ ചോദ്യം ശരിവെച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. കാരണം ആ കടുവ തന്റെ കൈകൾ കൊണ്ട് തന്നെ വേണം വധിക്കപ്പെടാൻ എന്ന കാര്യത്തിൽ മഹാരാജാവിന് വാശിയുണ്ടായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിച്ച് രാവിലെ 10 മണിയോടെ ആ നായാട്ടു യാത്ര രാജകീയമായ ആർഭാടങ്ങളോടെ തന്നെ ആരംഭിച്ചു. കടുവാ വധത്തിന് പുറപ്പെട്ട ആ നായാട്ടു സംഘത്തിൽ മഹാരാജാവിനൊപ്പം മഹാറാണിയും 2 പെൺമക്കളും അവരുടെ സുഹൃത്തായ ഒരു പെൺകുട്ടിയും പിന്നെ ഞാനുമാണ് ഉണ്ടായിരുന്നത്. നായാട്ടിനായി നിശ്ചയിച്ച സ്ഥലം വരെ ഞങ്ങൾ എല്ലാവരും ഒരു കാറിലാണ് യാത്ര ചെയ്തത്. ഇങ്ങനെയൊരു രാജകീയമായ കടുവാ വേട്ട എൻ്റെ അനുഭവത്തിൽ ആദ്യമായിരുന്നു. എനിക്കത് ഏറെ കൗതുകകരമായി തോന്നുകയും ചെയ്തു. ഞങ്ങൾ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇനി അങ്ങോട്ടുള്ള യാത്ര കാൽനടയായി മാത്രമേ കഴിയൂ. കുന്നുകളുടെ താഴ്വരയിലേക്ക് കുത്തനെയുള്ള ഒരു ചെരിവ്, അതിലൂടെ ഒരു കാട്ടരുവി ഒഴുകുന്നുണ്ട്. ഇരുഭാഗത്തും 300 അടിയിലധികം ഉയരമുള്ള കുന്നുകളാണ്. അവയുടെ താഴ്വാരത്ത് ഞങ്ങൾ എത്തി നിൽക്കുന്ന റോഡ് അവസാനിക്കുന്നു. കഷ്ടി 50 വാര വീതിയെ അവിടെയുള്ളൂ. അവിടെ നിന്നങ്ങോട്ട് വീതി കൂടിയ 10-400 വാര വരെ വിസ്തൃതി ആർജിച്ച് വീണ്ടും ചുരുങ്ങി 50 വാരയിലേക്ക് തുടങ്ങുന്ന ആ താഴ്വാരത്തിനപ്പുറം ഏക്കർ കണക്കിന് പുൽപ്പരപ്പാണുള്ളത്. തലേന്ന് മഹാരാജാവ് നിർദ്ദേശിച്ച പ്രകാരം കെട്ടിയിട്ട കന്നിന്റെ മൃതദേഹവുമായി കടുവ താവളം തേടിയിട്ടുള്ളത് ആ പുൽപ്പരപ്പിലാണെന്നാണ് ഊഹിക്കപ്പെടുന്നത്. താഴ്വരയുടെ മുകളറ്റത്ത് വലതു ഭാഗത്തുള്ള ഒരു വൃക്ഷത്തിലാണ് ഒരു മച്ചാൻ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ ഇരുന്നു കൊണ്ട് കുന്നിന്റെ ഇരുഭാഗവും ഒപ്പം പുൽമേടുകളെല്ലാം കാണുവാൻ സാധിക്കും. അതിനുമപ്പുറത്ത് അരുവിക്കരയിൽ 2 വൃക്ഷങ്ങളിലായി 2 മച്ചാനും കൂടി നിർമ്മിച്ചിരിക്കുന്നു. ഇവ തമ്മിൽ കഷ്ടിച്ച് 30 വാര അകലമേയുള്ളൂ. നായാട്ടു സംഘത്തിന്റെ തലവനും കാര്യക്കാരനുമായ ആൾ നിർദ്ദേശിച്ചതനുസരിച്ച് മഹാരാജാവും അദ്ദേഹത്തിന്റെ തോക്കേന്തിയ ഭൃത്യനും കൂടി മുകൾ ഭാഗത്തുള്ള മച്ചാനിലേക്ക് പോയി. ഞാനും 4 സ്ത്രീകളും കാട്ടുചോല നീന്തിക്കടന്ന് അവിടെയുള്ള 2 മച്ചാനുകളിൽ കയറിയിരുന്നു. സംഘത്തലവൻ പിന്നീട് നിരത്തിലേക്ക് മടങ്ങിപ്പോയി. ഞാനും 2 രാജകുമാരികളും ഇരപ്പുറപ്പിച്ച മച്ചാൻ വാസ്തവത്തിൽ രാജകീയമായി നിർമ്മിച്ചത് തന്നെയായിരുന്നു. ഉറപ്പുള്ള തടിയിൽ നിർമ്മിച്ച് തറയിൽ വില കൂടിയ കാർപ്പറ്റ് വിരിച്ച മച്ചാനിലെ ഇരിപ്പിടങ്ങൾ സിൽക്ക് കുഷ്യനുകൾ കൊണ്ട് മോടി പിരിപ്പിച്ചിരുന്നു. വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ദുർബലങ്ങളായ മച്ചാനുകളിലിരുന്നും വേട്ടയാടിയിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഭാവനാതീതമായി പോയെന്ന് പറയാതെ വയ്യ. ആ രാജകീയ സൗകര്യങ്ങൾ ആസ്വദിച്ച് കുഷ്യനിൽ ചാരിയിരിക്കുന്ന ഞാൻ വാസ്തവത്തിൽ ഉറക്കം തൂങ്ങാൻ തുടങ്ങിയിരുന്നു. നല്ലൊരു ഉറക്കത്തിലേക്ക് വഴുതിയിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഉച്ചത്തിലുള്ള നായാട്ടു ഘോഷങ്ങൾ ആരംഭിച്ചത്. തികച്ചും രാജകീയമായിരുന്നു അതും. 10 ആനപ്പുറത്ത് സെക്രട്ടറിമാരും ADCമാരും പിന്നെ മഹാരാജാവിന്റെ അടുത്ത ബന്ധുക്കളും മറ്റും എഴുന്നള്ളുന്നു. കാഹളം മുഴക്കിക്കൊണ്ടും ചെണ്ട കൊട്ടിക്കൊണ്ടും ആർപ്പ് വിളിച്ചുകൊണ്ടും ആഹ്ലാദ കൂത്തുകൾ കാട്ടിക്കൊണ്ടും ഏതാണ്ട് 10-200 പേർ വേറെയും. ശരിക്കും കാടിളക്കുക എന്ന് കേട്ടിട്ടേയുള്ളൂ, ഇതാ ഇപ്പോൾ കണ്ടു. വാസ്തവത്തിൽ ആ നായാട്ട് സംരംഭം അപ്പാടെ എനിക്ക് ഒരു അത്ഭുതകരമായ അനുഭവമായിരുന്നു എന്ന് പറയാതെ വയ്യ. ഈ നായാട്ടു ഘോഷങ്ങളുടെ പ്രയോജനം എന്തെന്നാൽ ബഹളവും മേളവും മറ്റും കേട്ട് കടുവ ഒളിച്ചിരിക്കുന്നിടത്ത് നിന്ന് വിരണ്ട് പുറത്തു ചാടുമെന്നും അപ്പോൾ തന്നെ അതിനെ വെടിവെച്ച് വീഴ്ത്താമെന്നുമുള്ളതാണ്. ഇടയ്ക്കൊന്ന് ഞാൻ പറയാൻ വിട്ടു, മഹാരാജാവിന് കാത് അല്പം പിന്നോട്ടാണ്. പക്ഷെ അത് പ്രശ്നമല്ല, കാരണം അദ്ദേഹത്തിനോടൊപ്പമുള്ള സഹായി വളരെ സമർത്ഥനാണ്. അയാൾ വളരെ ശ്രദ്ധാപൂർവം കൃത്യമായി ലക്ഷ്യം കണക്കാക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് ഒരു മ്ലാവ് ഓടി വന്ന്
ഞങ്ങൾ ഇരിക്കുന്ന മച്ചാന് താഴെയുള്ള അരുവി കടന്ന് ഓടിപ്പോയി. നായാട്ടു സംഘം കൂടുതൽ ഉത്സാഹഭരിതരായി തീർന്നു. അവർ അത്യുച്ചത്തിൽ കൂവി ആർക്കുകയും കൈകൊട്ടി ശബ്ദമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഏത് നിമിഷവും പുറത്തു ചാടാനിടയുള്ള കടുവയെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് മഹാരാജാവ്. എന്നാൽ കടുവ പ്രത്യക്ഷപ്പെടുന്നതിന്റെ ഒരു ലക്ഷണവും കണ്ടില്ല. പക്ഷികളോ മൃഗങ്ങളോ ഒന്നും ഒരു ശബ്ദവും പുറപ്പെടുവിച്ചതുമില്ല. എന്റെ ഒപ്പം മച്ചാനിലുള്ള 2 കുമാരിമാരും ഏറെ ആകാംക്ഷാഭരിതരായി. തങ്ങളുടെ പിതാവ് വെടിവെച്ച് വീഴ്ത്തുന്ന കാഴ്ച നേരിൽ കാണാൻ അക്ഷമയോടെ ഇരിപ്പാണ്. മഹാരാജാവും അക്ഷമനാണ്. പക്ഷെ കടുവ മാത്രം വരുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞ് 3 മച്ചാനിലേക്കും ഏണികൾ വെച്ച് അതിലുള്ളവരെ താഴെ ഇറക്കി. മഹാരാജാവിന്റെയും അനുയായികളുടെയും നിരാശ അവർണ്ണനീയം തന്നെയായിരുന്നു. 3 കൊല്ലമായി തന്നെയിട്ടു കബളിപ്പിക്കുന്ന കടുവ ഇക്കുറി പെട്ടതു തന്നെയെന്ന് അദ്ദേഹം മാത്രമല്ല, സംഘാംഗങ്ങൾക്ക് മുഴുവനും നിറഞ്ഞ ശുഭപ്രതീക്ഷയും ഉണ്ടായിരുന്നു. തലേന്ന് കെട്ടിയിട്ട കന്നിനെയും വലിച്ചുകൊണ്ട് പോന്ന കടുവ അതിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഒരു കാരണവും അവർ കണ്ടില്ല. എവിടെയാണ് കണക്കുകൂട്ടലുകൾ പിഴച്ചതെന്ന് അവർക്കാർക്കും മനസ്സിലായില്ല. പക്ഷെ എവിടെയോ എന്തോ പിഴച്ചു എന്നത് ഉറപ്പാണ്. എനിക്ക് ചില സംശയങ്ങൾ തോന്നി. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. കാരണം ഞാൻ ഈ നായാട്ടു സംഘത്തിൽ വെറും ഒരു കാഴ്ചക്കാരനായി മാത്രം വന്നതാണല്ലോ. ഏതായാലും ഒരു പിക്നിക്കിന് വന്ന് മടങ്ങും പോലെ എല്ലാവരും മടങ്ങി ക്യാമ്പിലെത്തി. എല്ലാവരും വിശ്രമിക്കാൻ ഒരുങ്ങുന്നത് കണ്ട് ഞാൻ ചൂണ്ടയും എടുത്ത് മീൻ പിടിക്കാൻ ഇറങ്ങി. ഏപ്രിൽ മാസം ആയതുകൊണ്ട് നല്ല കൊത്ത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അത്താഴ സമയത്തും അതിനുശേഷവും അലസിപ്പോയ അന്നത്തെ നായാട്ടിനെ കുറിച്ചും ഇതേ കടുവയെ ലക്ഷ്യമാക്കി ഇതിനു മുൻപ് നടത്തിയ എല്ലാ സംരംഭങ്ങളും പൊളിഞ്ഞതിനെ കുറിച്ചുമൊക്കെയായിരുന്നു. സ്വാഭാവികമായും രാജാവിന്റെയും ആദ്യ തവണ തന്നെ അവൻ പെട്ടു എന്ന് കരുതിയതാണ്. കടുവ മച്ചാനു താഴെ നല്ല സൗകര്യപ്രദമായ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും മഹാരാജാവിന്റെ ഉന്നം അല്പം പിഴച്ചു. കടുവയുടെ ഭാഗ്യം, അവൻ രക്ഷപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ അവൻ താഴ്വരയിലുണ്ടെന്ന കൃത്യമായ ധാരണയോടെ നടത്തിയ പല നായാട്ട് സംരംഭങ്ങളും പാളിപ്പോയി. അവനെ കാണാൻ പോലും കഴിഞ്ഞില്ല. കൂടുതൽ ബുദ്ധിപരമായ ഭാവി നീക്കങ്ങളെ കുറിച്ച് സിൽബന്തികൾ വട്ടമിട്ടിരുന്ന് ആലോചിക്കുന്നത് കണ്ട് ഞാനും തനിച്ചിരുന്ന് ചിലതൊക്കെ ചിന്തിച്ചു. മഹാരാജാവിന് ഇത്രയധികം കമ്പമുള്ള സ്ഥിതിക്ക് ആ കടുവയെ വേട്ടയാടാൻ അദ്ദേഹത്തെ സഹായിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. ഇന്നത്തെ പരാജയത്തിന് പല കാരണങ്ങളും കണ്ടെത്താമെങ്കിലും അതൊന്നും പ്രസക്തമാക്കിക്കൊണ്ട് കടുവ ഞങ്ങളെത്തും മുൻപേ സ്ഥലം വിട്ടിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു. ഞങ്ങൾ കാറിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഒരു കുരങ്ങന്റെ അടയാള കരച്ചിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾ കാണാത്ത ഏതോ വഴിയിലൂടെ കടുവ നിഷ്ക്രമിക്കുന്നത് അവൻ കണ്ടിരിക്കുമെന്നും ഞാൻ ഊഹിച്ചു. അതുകൊണ്ട് തന്നെ മച്ചാനുകളുടെ മുകളിലൂടെയല്ലാതെ കടുവയ്ക്ക് രക്ഷപ്പെടാൻ മറ്റേതെങ്കിലും മാർഗമുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു. മച്ചാന്റെ പിന്നിലെ കുന്നിൻ ചെരുവിൽ നിന്നും നീണ്ടു കിടക്കുന്ന താഴ്വരയുടെ മുകൾ ഭാഗത്ത് നിന്നാണ് ഞാൻ ആ കുരങ്ങന്റെ ശബ്ദം കേട്ടത്. ആ ഭാഗത്ത് ചെറിയ കാട്ടുപാത വല്ലതും കടുവയുടെ ഇരകിടുന്ന ഭാഗത്തുണ്ടെങ്കിൽ അതിലൂടെയാകും എല്ലാ തവണയും നായാട്ടു ബഹളം കേട്ട് അവൻ രക്ഷപ്പെട്ടിരിക്കുക എന്ന് ഞാൻ ഊഹിച്ചു. ഞാൻ സംശയിക്കുന്നത് ശരിയെങ്കിൽ കുരങ്ങൻ ശബ്ദമുണ്ടാക്കിയ ഭാഗത്തുള്ള പർവ്വത ശിഖരത്തിൽ മഹാരാജാവ് കാത്തിരുന്നാൽ നായാട്ടു സംഘം ബഹളമുണ്ടാക്കുമ്പോൾ അവൻ പതിവനുസരിച്ച് ആ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും മഹാരാജാവിന് അവനെ കൊല്ലുവാൻ കഴിയുകയും ചെയ്യും. ഞാൻ ഈ ആശയം അവതരിപ്പിച്ചു. പക്ഷേ പരാജയപ്പെട്ട ഒരു നീക്കത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം വീണ്ടും കടുവയെ തേടുന്നതിൽ അർത്ഥമില്ലെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ വലിച്ചു കൊണ്ടുപോയി അവിടെ ഇട്ടിട്ടുള്ള കന്നാണെങ്കിൽ ചീഞ്ഞു നാറാനും തുടങ്ങിയിരിക്കും. ആ മാംസം തിന്നാൻ അവൻ വരാനിടയില്ലെന്നും അവർ പറഞ്ഞു. ഞാനൊരു കടലാസിൽ മഹാരാജാവിനൊരു കുറിപ്പെഴുതി കൊടുത്തു. നാളെ പുലർച്ചയ്ക്ക് 5 മണിക്ക് താങ്കൾ വരാൻ തയ്യാറാണെങ്കിൽ ഒരു ഒറ്റയാൾ നായാട്ട് നടത്താൻ ഞാൻ തയ്യാറാണ്. മഹാരാജാവ് അത് വായിച്ച ശേഷം തന്റെ സെക്രട്ടറിക്ക് നൽകി. അയാൾ അത് വായിച്ചിട്ട് അടുത്തയാളിന് കൈമാറി. അങ്ങനെ ആ കുറിപ്പ് അവിടെയുള്ള എല്ലാവരും വായിച്ചു. സ്വാഭാവികമായും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അവരെല്ലാവരും ആ നിർദ്ദേശത്തെ എതിർത്തു. മഹാരാജാവ് എന്റെയൊപ്പം ജീവൻ പന്താടിക്കൊണ്ടുള്ള ഒരു കളിക്കിറങ്ങുന്നത് എങ്ങനെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സേവകരും അനുവദിക്കും? എനിക്കതിൽ ഒട്ടും അത്ഭുതം തോന്നിയില്ല. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മഹാരാജാവ് എന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. തന്റെ ഒപ്പം 2 തോക്കുധാരികൾ മാത്രം വന്നാൽ മതിയെന്നും
അദ്ദേഹം പറഞ്ഞു. പിറ്റേന്ന് കൃത്യസമയത്തു തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. ഏകദേശം 3 മൈലോളം കാറിൽ പോയി. അവിടെ കാത്തുനിന്ന ആനയുടെ പുറത്ത് മഹാരാജാവും 2 വെടിക്കാരും കയറി. ഞാൻ തനിയെ കാൽനടയായി അനുഗമിച്ചു. അനുഗമിക്കുകയല്ല, നേതൃത്വം കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. ആനയുടെ മുന്നിൽ അതിന് വഴികാട്ടിക്കൊണ്ട് യാതൊരു മുൻപരിചയവുമില്ലാത്ത ആ കാട്ടുവഴിയിലൂടെ ഞാൻ വളരെ ദൂരം നടന്നു. സൂര്യൻ ഉദിച്ചതോടെ ഞങ്ങൾ ആ പർവ്വത ശിഖരത്തിനടുത്തെത്തി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ മൃഗങ്ങളും മറ്റും സാധാരണ ഉപയോഗിക്കുന്ന ഒരു വഴിച്ചാൽ കണ്ടെത്തി. അതിനടുത്തുള്ള ഒരു വൃക്ഷക്കൊമ്പിൽ മച്ചാൻ കെട്ടി മഹാരാജാവിനെയും ഒരു വെടിക്കാരനെയും അതിലിരുത്തി ആനയെ തിരികെ അയച്ചു. പർവ്വത ശിഖരത്തിന് അല്പം അകലെയുള്ള ഒരു വൃക്ഷത്തിൽ മറ്റേ വെടിക്കാരനെ കയറ്റിയിരുത്തിയിട്ട് ഞാൻ എൻ്റെ ഒറ്റയാൾ നായാട്ട് ആരംഭിച്ചു. താഴ്വരയിലേക്കുള്ള പാത വളരെ അപകടകരമാം വിധം കുത്തനെ കിടക്കുകയാണ്. പരുക്കൻ ഉൾക്കല്ലുകൾ നിറഞ്ഞ ആ പാതയിലൂടെ ഒരു റൈഫിളും താങ്ങിക്കൊണ്ടുള്ള ഇറക്കം കുറച്ചേറെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. നിശബ്ദമായ കാലടികളോടെ ഞാൻ താഴ്വരയിലെ പുൽപ്പരപ്പിൽ പ്രവേശിച്ചു. കടുവയുണ്ടെന്ന് ഞാൻ സംശയിക്കുന്ന സ്ഥലത്തിന് 200 വാര അടുത്തുവരെ ഞാൻ എത്തി. കാടെന്തെങ്കിലും എന്നോട് പറയുന്നുണ്ടോ എന്ന് ഞാൻ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു. എങ്ങും കനത്ത നിശബ്ദത മാത്രം. അങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 5 മിനിറ്റ് മുമ്പ് കടുവ അവൻ്റെ ഇരയെ തിന്നുകയായിരുന്നു. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ ആ മരത്തിന്മേൽ കയറി നിന്നുകൊണ്ട് ഉറക്കെ ശബ്ദമുണ്ടാക്കി. കടുവ വരുന്നുണ്ടെന്ന് മഹാരാജാവിൻ്റെ ഒപ്പമുള്ള വെടിക്കാരനെ അറിയിക്കാനാണ് ഞാൻ ശബ്ദമുണ്ടാക്കിയത്. 1-2 മിനിറ്റിനകം ഞാനൊരു വെടിയൊച്ച കേട്ടു. ഞാൻ വേഗം നടന്ന് മഹാരാജാവിൻ്റെ അടുത്തെത്തി. താൻ വെടിവെച്ച് വീഴ്ത്തിയ കടുവയെ നോക്കി സംതൃപ്തനായി നിൽക്കുന്ന രാജാവിനെയാണ് ഞാൻ കണ്ടത്. മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇന്നും ആ കടുവാത്തോൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. അതിലൊരു ലേബൽ ഇങ്ങനെയാണ്: ജിമ്മിൻ്റെ കടുവ. മഹാരാജാവിൻ്റെ നായാട്ടു പുസ്തകത്തിൽ ആ കടുവയെ വേട്ടയാടിയ തീയതി, മാർഗം തുടങ്ങിയവയൊക്കെ വിശദമായി എഴുതിയിട്ടുമുണ്ട്. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.